വിശ്വം കാക്കുന്ന നാഥാ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ വിശ്വം കാക്കുന്ന നാഥാ ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈതിരി തിരയുമ്പോൾ ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈതിരി തിരയുമ്പോൾ ആരുമില്ലാത്തവർക്ക് അഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയണമേ കാരുണ്യമെന്നിൽ ചൊരിയണമേ വിശ്വം കാക്കുന്ന നാഥാ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ വിശ്വം കാക്കുന്ന നാഥാ. ബഹുമാനപ്പെട്ട നിപുണച്ച മത അധ്യാപകരെ, മാതാപിതാക്കളെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ഓഗസ്റ്റ് 15 നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദിവസമാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴി നമ്മെ കാണിച്ചു തന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളും നമ്മുടെ ജന്മനാടിന്റെ സ്വാതന്ത്ര്യ ദിനവും. ഈ ദിനത്തിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഞാൻ നേരുന്നു. അതോടൊപ്പം സ്വർഗാരോപണ തിരുനാളിനോടനുബന്ധിച്ച് കണമുല സൺഡേ സ്കൂളിലെ കുഞ്ഞു മിഷണറിമാർ ഒരുക്കുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈശ്വമിശ്രീഹായി ഏറെ സ്നേഹം നിറഞ്ഞ മതാധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുമക്കളെ, ഏവർക്കും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെയും ഭാരതാംബയുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെയും എല്ലാ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടെ നേരുകയും പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ്യം നമ്മുടെയൊക്കെ ജീവിതങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ. വിദേശ ശക്തികളുടെ ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെട്ടതിന്റെ ദിനമാണ് നമ്മൾ സ്വാതന്ത്ര്യ ദിനമായിട്ട് കൊണ്ടാടുക. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോഴും നമുക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വലിയ ആഴത്തിലുള്ള ചിന്തകൾ നമുക്ക് ലഭിക്കുകയും, ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ബാഹ്യ ശക്തികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് എന്നുണ്ടെങ്കിലും പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന സ്വാതന്ത്ര്യം നല്ലത് തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുവാനുള്ളത്. സ്വാതന്ത്ര്യം എപ്പോഴും നമ്മളെ ക്ഷണിക്കുക നല്ലതിലേക്ക്, നന്മയിലേക്ക്, വളർച്ചയിലേക്ക്. സ്വാതന്ത്ര്യം എന്നത് എന്റെ മുൻപിൽ വെക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കൽ, എന്റെ ജീവിതത്തിന് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് തിരഞ്ഞെടുക്കൽ. അപ്രകാരം പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ പദ്ധതി അല്ലെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാകുമ്പോഴും അവള് ചിന്തിക്കുക അത് അവളുടെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്, അതിനപ്പുറം മറ്റൊരു നന്മ തനിക്ക് ലഭിക്കാനില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നുള്ള പരിശുദ്ധ അമ്മയുടെ പ്രവൃത്തിയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചും സ്വാതന്ത്ര്യം എന്നത് നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല. പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ നമുക്കും സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കുവാൻ ഇടയാവട്ടെ. എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലതായിട്ടുള്ളത്, നന്മയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സ്വാതന്ത്ര്യം നമ്മളെ നയിക്കേണ്ടത് നന്മയിലേക്കാണ്, സന്തോഷത്തിലേക്കാണ്. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമുക്ക് തേടാം. എല്ലാ നന്മകളും ഏറെ സ്നേഹത്തോടെ നേരുന്നു. Welcome dear Father, Sunday School teachers and my dear friends. As we know, August 15th is the Assumption of the Blessed Virgin Mary into heaven. So I would like to share a few words on this topic.
The most blessed Virgin Mary, when the course of her earthly life was completed, was taken up body and soul into the glory of heaven, says the Catechism of the Catholic Church, where she already shares in the glory of her Son's resurrection, anticipating the resurrection of all members of his body. August 15 is the solemnity of the Assumption of the Blessed Virgin Mary. The fact that Mary was taken up, assumed directly into heaven from here on earth is a strong reminder as for one of the foundations of our faith. It serves as a model for our destiny, the belief that one day, at the end of time, we will be in heaven in a material bodily way. The Assumption of the Blessed Virgin Mary into heaven is one of the glorious mysteries, along with the resurrection, the ascension into heaven, the descent of the Holy Spirit upon the apostles at Pentecost, and the crowning of Mary as Queen of heaven and earth. Speaking on the feast of the Assumption of the Blessed Virgin Mary to a crowd in St. Peter's Square on August 15, 2017, Pope Francis had this to say: celebrating Mary assumed into heaven, we want her to once again bring us, our families, and our communities that unique grace which we must always ask for before the other graces that are also important to us, the grace that is Jesus Christ. Thank you. ചെല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്ന ജപമാല വഴിയാൽ ചെല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്ന ജപമാല വഴിയാൽ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനുമിരിക്കും കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനുമിരിക്കും എന്തു നല്ലമ്മ എന്നുടെ അമ്മ എനിക്കും നീശോയ്ക്കുമൊരേ അമ്മ എന്തു നല്ലമ്മ എന്നുടെ അമ്മ എനിക്കും നീശോയ്ക്കുമൊരേ അമ്മ മാലാഖനിരതൻ സ്തുതി സാഗരത്തിൽ എൻ സ്വരമരുവിയായി ചേരും മാലാഖനിരതൻ സ്തുതി സാഗരത്തിൽ എൻ സ്വരമരുവിയായി ചേരും നൈരാശ്യവഴിയിൽ പ്രത്യാശ പകരും പനിനീർ പുഷ്പങ്ങൾ വിടരും നൈരാശ്യവഴിയിൽ പ്രത്യാശ പകരും പനിനീർ പുഷ്പങ്ങൾ വിടരും എന്തു നല്ലമ്മ എന്നുടെ അമ്മ എനിക്കും നീശോയ്ക്കുമൊരേ അമ്മ എന്തു നല്ലമ്മ എന്നുടെ അമ്മ എനിക്കും നീശോയ്ക്കുമൊരേ അമ്മ Good morning everyone. I am here to talk about the importance of August 15. On August 15 will be celebrated in commemoration of two major events. One being a heavenly event related to Blessed
Virgin Mary's assumption into earth, and the other India's political independence of freedom. Blessed Virgin Mary, the wife of Saint Joseph and the mother of Jesus, did not die while she was living on the earth. She was bodily taken up by God into heaven, and since she was taken into heaven by God, the event is named Assumption. Then Mother Mary invented her son rectified the situation, though his first ever miracle, though his time had not come yet. Thus Mary became a sign of hope for all in distress and hopelessness. The major event relates to India's Independence Day on August 15. While unfurling our national flag in celebration of the 73rd anniversary of India's independence on Red Fort, let us reflect on the true values of freedom which emanates from Mother Mary and her son, the consequences of true freedom. The following words of Franklin D. Roosevelt may help our reflection to this historic day that reflects the vision of Jesus. The test of our progress is not whether we add more to the abundance of those who have much. It's whether we provide enough of those who have too little. Thanks and have a nice day. Wish you a happy Independence Day and Assumption Day. എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ, അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ, ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി ബഹുമാന്യസദസ്സിന് വന്ദനം. ഓഗസ്റ്റ് 15 ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനം. ഒപ്പം മാതാവായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ. പരിശുദ്ധ കന്യാമറിയം സ്വർഗത്തിലേക്ക് സമാഹിക്കപ്പെട്ട പുണ്യ ദിനമാണ് ഇന്ന്. ലോക മക്കൾക്കായി ഈശോ തന്ന സ്വർഗീയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. ഏത് പ്രതിസന്ധികളിലും ആശ്വാസം നൽകുന്ന സങ്കേതമാണ് പരിശുദ്ധ അമ്മയുടെ മടിത്തട്ട്. ആത്മീയവും ശാരീരികവും മാനസികവുമായ പരിശുദ്ധിയിൽ ജീവിക്കാൻ പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ നമുക്ക് അഭയം തേടാം. എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യദിന ആശംസകളും സ്വർഗാരോപണ തിരുനാളിന്റെ മംഗളങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ
സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്കു പകുത്തു നൽകി ദൈവമലിവോടെ. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്കു പകുത്തു നൽകി ദൈവമലിവോടെ. ദൈവത്തിൻ്റെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലും കരുതി വെച്ചു അമ്മയുടെ സ്നേഹം. ദൈവത്തിൻ്റെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലും കരുതി വെച്ചു അമ്മയുടെ സ്നേഹം. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്കു പകുത്തു നൽകി ദൈവമലിവോടെ. അമ്മയോട് ചേർന്നു ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തിയിടുന്നു. അമ്മയിൽ നിത്യവും ഞങ്ങൾ മാധ്യസ്ഥം തേടിയിടുന്നു. ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ. നന്മ നീഴുമമ്മ വിണ്ണിൻ രാജകന്യ, ധന്യ സർവവന്യ മിഴിലോകമാതാ. നന്മ നീഴുമമ്മ വിണ്ണിൻ രാജകന്യ, ധന്യ സർവവന്യ മിഴിലോകമാതാ. കണ്ണിലുണ്ണിയാകും ഉണ്ണീഷു തൻ്റെ അമ്മയായ ദേവി മേരി ലോകമാതാ. കണ്ണിലുണ്ണിയാകും ഉണ്ണീഷു തൻ്റെ അമ്മയായ ദേവി മേരി ലോകമാതാ. നന്മ നീരുമമ്മ വിണ്ണിൻ